കൂട്ടുകാരെ, ഇന്നത്തെ യാത്ര ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കായംകുളം ബോയ്സ് സ്കൂളിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ജിക്ക 80 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നത്. ജിക്ക കൊരുന്ന് ഏകദേശം എത്ര പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്? ഇത് 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 2 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് 80 രൂപ. എത്ര പീസാണ് രണ്ട് ചെറിയ പീസ്, അല്ലെങ്കിൽ വലിയ പീസ് ആണെങ്കിൽ വരണം. ചെറിയ പീസ് 50 മതി. ഇപ്പൊ 2 പീസ് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് 80 രൂപയുടെ ബിരിയാണിയാണ് കൊടുക്കുന്നത്. 80 രൂപയ്ക്ക് ആകുമ്പോഴത്തേക്കും ഒരു പീസും ഫുൾ റൈസും കൊടുക്കും. 100 രൂപയ്ക്ക് ആകുമ്പോഴത്തേക്കും ചിക്കൻ 100 രൂപക്കാണെങ്കിൽ 2 പീസും ഫുൾ റൈസും അതാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 12 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തും. 2 പേർക്ക് ഇത് സുഖമായിട്ട് കഴിക്കാം. വയറ് നിറച്ചും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് കാശല്ല നോക്കുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തൃപ്തി, ദൈവമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിലാണെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭക്ഷണത്തിന് നമ്മൾ കാശിന്റെ ഇതല്ല നമ്മൾ. നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതാണ് എൻ്റെ ഇത്. നമ്മൾ കാശിനായിട്ട് ചെയ്യുന്നതല്ല, കച്ചവടം ചെയ്യുന്നതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിശപ്പിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ആ സാധനം നമ്മൾ എന്തായാലും ഇത് ഒരാളുടെ വയറ്റിൽ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഗുണം നമുക്ക് കിട്ടും. അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ഇപ്പം പെട്ടെന്ന് നമ്മൾ ഇപ്പൊ ഒരു മുസ്ലിംസ് ആണ് കഴിക്കണമെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയും. മറ്റുള്ള ടീമാണെങ്കിൽ ദൈവമേ, ആ പുണ്യം എനിക്ക് കിട്ടണം. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ 10 പേർക്ക് ഭക്ഷണം കൊടുത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് കിടക്കാമല്ലോ. हाँ भाई, बिरयानी अच्छा, सुपर सुपर बिरयानी, बीफ अच्छा, चिकन भी अच्छा है, बहुत अच्छा टेस्ट, नल्ला सुपर सुपर बिरयानी। उधर से खा के देखो, बहुत अच्छा टेस्ट है बिरयानी। ये हमारा इक्का का बिरयानी बहुत अच्छा है। 12 बजे खाना मिलता है उधर। എല്ലാം ഞാൻ തന്നെയാണ്. വണ്ടി ഓടിക്കലും ഫുഡ് ഉണ്ടാക്കല്, പിന്നെ എല്ലാം ഞാൻ തന്നെയാണ്. അന്ന് ഒറ്റക്ക് വിൽക്കാവുന്ന, അതുകൊണ്ടിട്ടാണ് എനിക്ക് ആ 80 രൂപക്കാണെല്ലാം കൊടുത്ത് കാശ് മേടിക്കുന്നത്. വീട്ടില് ഞാനും വൈഫും മാത്രമേ ഇവിടെ ഉള്ളൂ. മക്കളൊക്കെ വടുതലയല്ല താമസം. ഞങ്ങളുടെ വീട് വടുതലയും. പക്ഷെ ഞാൻ ഇവിടെ വടുതല ചാരൂർ, പിന്നെ ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റം. പിന്നെ ഇവിടെ കൊറ്റുളങ്ങരയിലാണ് ഞാൻ കല്യാണം കഴിച്ചാണ് കൊറ്റുളങ്ങര. അപ്പൊ ആ ഒരു ഇത് വെച്ച് നമ്മളിവിടെ വന്ന് കച്ചവടം തുടങ്ങി.